അപ്പോൾ ഇന്ന് നമുക്ക് വലിയൊരു സന്തോഷമില്ലാത്തൊരു ഡേ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അളിയ വന്നിട്ട് ഏകദേശം ഒരു 2 മാസമായി. അപ്പോൾ അളിയിൽ നിന്നാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒന്ന് പോകുന്നതിൻ്റെ ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തുള്ള വീട്ടിലെ എല്ലാവരെയും വിളിച്ചിട്ടൊരു ഭക്ഷണം കൊടുക്കുന്നതും അങ്ങനെ കുറച്ച് പരിപാടി വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നേരെ ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയിലേക്ക് നടക്കാം. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ അവരെ കൂട്ടി നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് അളിയൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലല്ല, ശരിക്കും സങ്കടമാണ്. അപ്പോൾ അളിയൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അളിയൻ സെറ്റാക്കിയതാണ് ഈ പരിപാടികളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച ഏകദേശം ഒരു 2 മണി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പോസ് ഉണ്ട് അവിടുന്ന്, ആരും കാണാണ്ട് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ ക്യാമറ കണ്ടിട്ടില്ല, ക്യാമറ കണ്ടപ്പോൾ തന്നെ എല്ലാ ആളും മുങ്ങാനുള്ള പരിപാടിയാണ്. കല്യാണം പറയാണ്. റിസപ്ഷൻ അന്ന് ലീവ് ഉണ്ടാവുമോ? റിസപ്ഷൻ അന്ന് ലീവ് ഉണ്ടാവുമോ? ഗൈസ് അങ്ങനെ യാത്രയായപ്പാണ് ഗൈസ്. നീ 1 വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാണ്. കരയാണോ? രാഘട്ടം വരുന്നതും പോകുന്ന ഒറ്റ വീഡിയോ ആക്കാം. അന്നൊരു പോക്ക് എനിക്ക് വന്ന് ശതാശ്രമം വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ യാത്രയായി പോയിക്കല്ലോ ഇത്. അല്ല, എല്ലാരും കുറെ പറയാനോട്ട് ഒരുമിച്ച് യാത്ര രണ്ട് വീടാണ് വൈകിട്ടായി ഡ്രൈവർ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാറിങ്ങി ഗൈസ്. വണ്ടി ഇതിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളിതാ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ക്യാമറമാൻ കുട്ടപ്പനോടൊപ്പം വകറച്ചു. ഞങ്ങളിത് അളിയനെ എയർപോർട്ടിലേക്ക് ഉള്ളിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ചേച്ചി അതിയായ സന്തോഷത്തിലാണ്. അതെ, അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും പാക്കലാം.